ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവസാന്നിധ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 തീമോഥെയോസ് 1:10 സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ദൈവസാന്നിധ്യം മാധുര്യത്തിലും കൃപയിലും മഹത്വത്തിലും നിങ്ങളെ വലയം ചെയ്യട്ടെ. ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളിലും അവൻ്റെ സ്ഥിരമായ സാന്നിധ്യമാണ് ഏറ്റവും വലിയ പദവി. ദൈവസാന്നിധ്യത്തിൽ സന്തോഷവും ശക്തിയുമുണ്ട്. അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുന്ന നിമിഷം ദൈവം യഥാർത്ഥത്തിൽ നമ്മോടൊപ്പം ഉണ്ടെന്ന ആത്മവിശ്വാസവും കൊണ്ട് നാം നിറയുന്നു. തിരുവെഴുത്തുകളിൽ ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അവൻ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്ന ഒരു വിലയേറിയ വാഗ്ദാനമാണിത്. നിങ്ങൾ എത്ര വെല്ലുവിളികളോ യുദ്ധങ്ങളോ നേരിട്ടാലും കർത്താവ് തൻ്റെ സ്ഥിരമായ സാന്നിധ്യം ഉറപ്പു നൽകിയിട്ടുണ്ട്. അവൻ പ്രഖ്യാപിക്കുന്നു, നീ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നീ നദികളിലൂടെ കടന്നു പോകുമ്പോൾ അവ നിന്നെ മുക്കിക്കളയുകയില്ല. നീ തീയിലൂടെ നടക്കുമ്പോൾ നിന്നെ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന്. ഇത് യെശയ്യാവ് 43:2 കാണപ്പെടുന്നു. യേശു പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരോട് കൂടെ ഉണ്ടാകുമെന്ന്. ഇത് മത്തായി 18:20 കാണപ്പെടുന്നു. അതെ, നമുക്കറിയില്ലെങ്കിലും അവൻ നമ്മുടെ അരികിൽ നിൽക്കുന്നു. ദൈവം അങ്ങനെ ചെയ്ത് അവർ അവനെ അന്വേഷിക്കുകയും ഒരുപക്ഷെ അവനെ തേടി അവനെ കണ്ടെത്തുകയും ചെയ്യേണ്ടതിനാണ്. അവൻ നമ്മിൽ ആരിൽ നിന്നും അകലെയല്ലെങ്കിലും. ഇത് അപ്പോസ്തലപ്രവൃത്തികൾ 17:27 കാണപ്പെടുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഭാവിയിൽ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമോ എന്ന് നാം സംശയിക്കേണ്ടതില്ല. അവൻ വ്യക്തമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, യുഗാവസാനം വരെ ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഇത് മത്തായി 28:20 കാണപ്പെടുന്നു. പലരും കർത്താവിൻ്റെ സാന്നിധ്യം അന്വേഷിക്കുന്നില്ല. അവർ അത് ആഗ്രഹിക്കുന്നില്ല. അതുമൂലം ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. നാം അവൻ്റെ സാന്നിധ്യത്തെ അവഗണിക്കുകയോ നിസ്സാരമായി എടുക്കുകയോ ചെയ്യുമ്പോൾ പോലും ദൈവം ഇപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. കാരണം അവൻ സ്നേഹവാനും കൃപയുള്ളവനുമാണ്. യേശു പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് അവനോട് കൂടെ ഭക്ഷണം കഴിക്കും, അവർ എന്നോട് കൂടെ ഭക്ഷണം കഴിക്കും. ഇത് വെളിപ്പാട് 3:20 കാണപ്പെടുന്നു. പ്രിയപ്പെട്ട ദൈവപൈതലേ, അവൻ വാതിൽക്കലുണ്ട്, നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വാഞ്ചിക്കുന്നു. അതിനായി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം തീത്തോസ് 2:13 ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 126, 127, 128 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 10 19 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.